അതെ, ഒന്നുകൂടെ തെളിയിച്ചു. ലൂസിഫറിനെ അപ്പൊ കടത്തി വെട്ടിയെന്ന് പറയാം. ലൂസിഫറിനെ കടത്തി വെട്ടി ഉറപ്പായിട്ടും. കാരണം അത്രയും ഹോളിവുഡ് ടൈപ്പാണ് പടം എടുത്തിട്ടുള്ളത്. ഫുള്ള് ഹോൾ ടൈപ്പില്. ഇതിങ്ങനെ പടം ഇങ്ങനെ വന്ന പാർട്ടും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു നിമിഷം തൊട്ട് എൽത്രയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഒരേ പൊളി, ഒന്നും പറയാനില്ല. ഒരു നെഗറ്റീവ് പോലും പടത്തിനെ പറ്റി പറയാൻ വേണ്ടി എൽ3ക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സസ്പെൻസ് കൊണ്ട് കാണിച്ചു നിർത്തുന്നുണ്ട്. നമ്മളാരും അത് പുറത്ത് പറയുന്നതല്ല, സിനിമ കാണുക. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഭയങ്കര ഹൈപ്പായിരുന്നു. ആ ഹൈപ്പിനൊക്കെ 100% നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പടത്തിന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നു എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. കാര്യം ഈ എന്ത് ചെയ്താലും നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്ത് ചെയ്താലും വിമർശനം, അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ കാണണം. അങ്ങനെ ഹൈപ്പ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ കുറേ പേര്. കാര്യം ഹൈപ്പ് കൊടുത്ത എന്തിനാണെന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്ന, അല്ലെ വെളിയിൽ നിന്ന് കണ്ടവർക്ക് മനസ്സിലാവില്ല. ഈ പടം എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് ഈ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് മനസ്സിലാവും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ സംശയമാണ് ഇനി ഇറങ്ങുമെന്ന്. കാര്യം ഇതേപോലെ മോഹൻലാൽ എന്ന നട ഇനി ജന്മത്തിന് ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവില്ല, മലയാളത്തിനുണ്ടാവില്ല. മലയാളത്തിന്റെ പുണ്യം അത് ലാലേട്ടൻ. മലയാളത്തിലെ രാജാവ് ഒന്നേ ഉള്ളൂ. അതെ, ഈ രാജാവ് ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടങ്ങ് പാടിയാലോ? നിങ്ങളുടെ മോഹൻലാൽ ആരാധകരാണെന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടിന് വേണ്ടി ഒരു പാട്ടൊന്നും പാടില്ലേ? ഒരുമിച്ച് പാടിയല്ലേ? എന്ത് പറഞ്ഞിട്ടാ അതിന്റെ പഠിക്കോ അവസാനിക്കുന്നില്ല. ഇനി മൂന്നാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പാണ്. ആദ്യ ഷോ മാത്രമാണ് അവസാനിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ഷോ 9:45 ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ വാർത്തകളും എല്ലാമായി തിരിച്ചു വരാം. ഇപ്പോൾ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇടവേള.